പാടി നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ കടലല തൊടു നിറമാർന്നു നിൻ കവിളിലുമരുണിമ പൂത്തുവോ പ്രണയമൊര സുലഭ മധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി നിരവധി അനവധി സ്റ്റേജുകളിലൂടെ നമുക്ക് സുപരിചിതയായ നിത്യ അജിത്താണ്. പലരും കണ്ടിരിക്കും. നമുക്ക് നിത്യ അജിത്തുമായി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ ഗാനമേള വേദികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല വിശേഷം. പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ട്? പ്രോഗ്രാം കുഴപ്പമില്ല. കഴിഞ്ഞ സീസണേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. കൊറോണയൊക്കെ കഴിഞ്ഞ് ബെറ്ററായി വരുന്നു. കൊറോണയ്ക്ക് ശേഷം വീണ്ടും ജനങ്ങൾ സംഗീതം ആസ്വദിക്കാൻ തുടങ്ങി. എത്ര വർഷമായി കാണും ഇപ്പോൾ ഈ പ്രൊഫഷണൽ ഗാനമേള വേദികളിലേക്ക് എത്തിയിട്ട്? ഞാനൊരു 20 വർഷം ആയിട്ടുണ്ടാവും. ചെറുപ്പം തൊട്ടേ ഗാനമേള വേദിയിൽ +1 +2 പഠിക്കുന്ന സമയത്ത് മുതൽ ഗാനമേളോട്. അപ്പോൾ ഈ പാട്ടിനോടൊക്കെ ഇഷ്ടം വരുന്നത് എങ്ങനെയാണ്? വീട്ടില് അച്ഛൻ പാടും, ചെറുതായിട്ടൊക്കെ പാടും. പിന്നെ ചെറുപ്പം മുതലേ വീട്ടുകാർക്ക് ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ പാടുമായിരുന്നു. അപ്പോൾ ഒരു 2 വയസ്സുള്ളപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു കഴിവുണ്ട് എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലായിട്ട് അങ്ങനെ പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ പാട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്. 6 വയസ്സ് മുതൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതിലിടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ വന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗായിക എന്നുള്ളതൊക്കെ അറിയപ്പെടാനാണ്. അത് തോന്നിയിട്ടുണ്ടോ നമുക്ക്? എല്ലാവരുടെ ഇടയിലും ഗായികയാണ്. കാരണം ചെറുപ്പം തൊട്ടേ അതായത് നഴ്സറിയിൽ ചേർത്തിയ കാലം മുതലേ ഭയങ്കര പാട്ട് തന്നെയായിരുന്നു. സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോഴേക്കും എഴുന്നേറ്റ് ഒന്ന് പാടും. അതിനൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ബോൺ ടാലന്റ് ആണ് ശരിക്കും. അതെ. അപ്പൊ ഈ ആദ്യമായിട്ട് നമ്മളിപ്പോ ഒരു പൊതുവേദിയിൽ പാടിയൊരു പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ടോ? പൊതുവേദിയിൽ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ഒരു രീതിയിൽ ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. ഈ ക്ലാസിക്കൽ കർണാടക സംഗീതം പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കച്ചേരിയൊക്കെ നടത്തിയിട്ടുണ്ടോ? കച്ചേരി ഞാൻ നടത്തിയിട്ടില്ല. മിക്കവാറും ഗാനമേളകൾക്കായിട്ടാണ്. അതായത് ഇതിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് കച്ചേരി എന്നുള്ള ലെവലിലേക്ക് ഞാൻ പോയിട്ടില്ല. ഗാനമേള, പാട്ടുകൾ, ഡിവോഷണല് അങ്ങനെയൊക്കെ ആയിട്ട് പോണു. സിനിമാ പാട്ടുകൾ കുറേ കേൾക്കാറുണ്ടോ റേഡിയോ കൂടെ? കേൾക്കാറുണ്ട്. ചെറുപ്പം മുതലേ റേഡിയോ വീട്ടിലുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മൊബൈൽ ഉണ്ടല്ലോ കയ്യിൽ. പിന്നെ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്ത് അങ്ങനെ പിന്നെ പാട്ട് കേൾക്കാനൊക്കെ അന്നത്തെ ഒരു കാലത്തൊന്നും പാട്ട് കേൾക്കാൻ എളുപ്പമല്ല ശരിക്കും. എളുപ്പമല്ല. റേഡിയോ അല്ലെങ്കിൽ അതെ വേണം. ചിത്രഗീതൊക്കെ വരണം. സിനിമ ഇഷ്ടാണോ? സിനിമ കുഴപ്പമില്ല, അത്രയ്ക്ക് ക്രൈസ് ഒന്നുമില്ല. പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു താങ്കളിപ്പോൾ ഗാനമേള വേദികളിലൊക്കെ പാടാറുള്ളപ്പോൾ ഇന്നൊരു പാട്ട്, ഇന്നൊരു ഗായികയുടെ, നമ്മളിപ്പോൾ മലയാളത്തിലൊരു ഗായികയുടെ ഈ ഒരു സ്വരത്തിൻ്റെ ഒരു നമ്മുടെ രൂപം ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടോ പലപ്പോഴും? അത് അങ്ങനെയല്ല. ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ പാടുമ്പോൾ കൂടുതൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടാറ്. അത് പാടി കഴിയുമ്പോൾ എല്ലാവരും വന്നിട്ട് പറയാറുണ്ട്. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി കഞ്ചബാണ ദൂതിയായി നിന്നരികിലെത്തി ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. എപ്പോഴെങ്കിലും അങ്ങനെ ചിത്ര ചേച്ചിനെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവസരം ഉണ്ടായിട്ടില്ല. ഭയങ്കര ആഗ്രഹമുണ്ട് കാണണമെന്ന്. അപ്പൊ ഈ പൊതുവേദികളിലൊക്കെ പാടുമ്പോൾ ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ള ഗാനമേള ട്രൂപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നംകുളം മ്യൂസിക് സോൺ
ഉദയേട്ടൻ കീബോർഡ് വായിക്കുന്ന ആ ടീമിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തൊക്കെ നമ്മൾ ഗാനമേള വണ്ടികള് അല്ലെ, ഒരു ടെമ്പോയിലൊക്കെ സ്ഥിരമായിട്ട് കുറെ പേര് സ്ഥിരമായിട്ട് പോയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടല്ലേ? അവരവരുടെ പേഴ്സണലായിട്ട് വണ്ടികളിൽ വരുന്നു. അന്നത്തെ ആ ഒരു കാലം ഒരു രസം തന്നെയായിരുന്നു. ഒരു ബന്ധം ഭയങ്കര ഒരു ബന്ധമായിരുന്നു, ഒരു കുടുംബ ബന്ധം പോലുള്ള ഒരു ടീമായിരുന്നു. അത് നമ്മുടെ ഗാനമേളകളെ ബാധിച്ചിട്ടുണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം അത് ശരിക്ക് ബാധിച്ചിട്ടുണ്ട്. അന്നത്തെ പോലത്തെ ഒരു കൂട്ടായ്മ ഇന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ പോണ ടീമുകളുണ്ട് ഒരു വണ്ടിയിൽ. അങ്ങനെ ഇപ്പോഴും അങ്ങനെ കുറവാണ്. പാട്ടുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ടല്ലേ ശരിക്കും? ഒരു മെലഡി ഗാനങ്ങളുടെ ഒക്കെ നഷ്ടം തോന്നുന്നുണ്ടോ? ശരിക്കും നഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരു പൂരപ്പറമ്പില് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 3-4 പാട്ട് മാത്രമാണ് മെലഡി പോവുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അടിച്ചുപൊളി പാട്ടുകളാണ് ഓഡിയൻസ്. പക്ഷെ ചില സ്റ്റേജുകളിൽ നല്ല ഓഡിയൻസ് ഉണ്ടാവാറുണ്ട്. അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെടും കുറച്ച് മെലഡി ഗാനങ്ങൾ പാടണം എന്നാവശ്യപ്പെടുമ്പോൾ അപ്പം നമുക്കൊരു സന്തോഷമാണ്. കാരണം ഞാനൊരു മെലഡി സിംഗറാണ്. എനിക്ക് എപ്പോഴും എവിടെ ചെന്നാലും മെലഡിയുടെ റോളാണ്. അപ്പം അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം പാടാനായിട്ട്. അപ്പം അങ്ങനെ ഓഡിയൻസ് വന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം തോന്നും. നമുക്ക് അവർക്ക് വേണ്ടി പാടിക്കൊടുക്കാം. അവർക്ക് വേണ്ടി പാടുക, അതാണ് കാര്യം. അവർക്ക് വേണ്ടി. ഇത് രണ്ടു തരം ആസ്വാദകരാണെന്ന് എനിക്കുള്ളത് തോന്നുന്നു. കാരണം വളരെയധികം ആസ്വദിക്കുന്നവർ, ഇങ്ങനെ കേട്ട് മതിമറന്ന് ആസ്വദിക്കുന്ന ഒരു വിഭാഗം. മറ്റത് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അവര് അതോടൊപ്പം അർമാദിക്കാന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ ഒരു ഗാനമേളയായി മാറിയിട്ടുണ്ടല്ലോ. മാറി. അപ്പൊ നമ്മളും പാട്ടുകാർ അങ്ങനെയൊക്കെ തന്നെ ആവണം തോന്നിയിട്ടുണ്ടോ? ആവണം. നാടോടുമ്പോ നടുവേ ഓടണം പറഞ്ഞ പോലെ നമ്മുടെയും എന്താ പറയാ, അനങ്ങാതെ നിന്ന് പാടുന്ന കാലൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പൊ 20 വർഷം മുമ്പൊക്കെ സ്റ്റേജില് ഒരു സിംഗർ വന്ന് പാടുമ്പോ, പ്രത്യേകിച്ച് ഫീമെയിൽ സിംഗേഴ്സ് പാടുമ്പോ ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാ നോക്കായി ഡാൻസ് കളിച്ചിട്ടാണോ ഇത് പാടണേന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ അനങ്ങാണ്ട് നിൽക്കുമ്പോഴാണ് അവര് നോക്കുക. ലാ 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 ലാ. ചിന്ന ചിന്ന വണ്ണക്കോയിൽ കൊഞ്ചി കൊഞ്ചി കോവതമ്മ, പുരിയാത ആനന്ദം പുതിதாக ആരംഭം, പുരിയാത ആനന്ദം പുതിதாக ആരംഭം, കൂത്താടും തേൻമുട്ട് നാനാ നാനാ. ചിന്ന ചിന്ന വണ്ണക്കോയിൽ കൊഞ്ചി കൊഞ്ചി കോവതമ്മ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് തബലിസ്റ്റാണ്, അജിത്ത്. അപ്പൊ എങ്ങനെയാണ് ഈ കൂടിച്ചേരലിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒന്നാണോ അത്? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആള് സ്റ്റേജിലുണ്ടാകുമ്പോ ഒരു പ്രത്യേക നമുക്കൊരു കംഫർട്ടാണ്. ആള് സ്റ്റേജിൽ ഒരുമിച്ചാണോ പ്രോഗ്രാമിനൊക്കെ സ്ഥിരം പോവാറ്? ഒരുമിച്ചാണ്, ഒരുവിധമൊക്കെ ഒരുമിച്ചാണ്. പിന്നെ പേഴ്സണലി വിളിക്കുന്നവരുണ്ട്, എന്നെ തന്നെ വിളിക്കുന്നവരും ആളെ തന്നെ വിളിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയും പോവും. ഇത്രയും കാലമായിട്ട് ഗാനമേളകൾക്ക് നടന്ന നമ്മുടെ റെക്കോർഡിങ്ങുകൾ, അതുപോലെ ആൽബങ്ങളൊക്കെ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു? ഡിവോഷണൽ സോങ്സ് കുറെ പാടിയിട്ടുണ്ട്. പിന്നെ ആൽബം സോങ്സും പാടിയിട്ടുണ്ട്. പാടിയിട്ടുള്ള ഏതെങ്കിലും സോങ് ഓർക്കാൻ കഴിയും? നവരാഗങ്ങൾ തൻ ലയതാളങ്ങളിൽ നവസ്നേഹമാം രാഗവിഭഞ്ജികയിൽ ദേവൻ തൻ ജന്മദിനാശംസകൾ താരാട്ടായി ഒഴുകുന്നീതാ. പൈതലേ നീയുറങ്ങൂ, പൈതലേ നീയുറങ്ങൂ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരുവിധം ഗാനമേളകളിലും ഇതുമാതിരി ആൽബങ്ങളിലൊക്കെ പാടി, ഇനി എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞ എന്തെങ്കിലും തരത്തിലുണ്ടോ നമുക്ക്? പാട്ടിന്റെ കാര്യത്തിൽ ഗാനമേള തന്നെ മതിയോ, അതെ അല്ലെങ്കിൽ എന്തെങ്കിലും? ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സിനിമയിലൊക്കെ പാടാൻ ആഗ്രഹം ഉണ്ട്. പാടിയിട്ടുണ്ട്. ഒരു താണ്ഡവം എന്നാണ്, താണ്ഡവർന്നോ അങ്ങനെ എന്താണ് ആ സിനിമയുടെ പേര്. അപ്പം അതിൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. മങ്ങാടുള്ളൊരു സാറാണ്. അപ്പോൾ പക്ഷേ ഫിലിം പുറത്തു വന്നില്ല. ഷൂട്ടിങ്ങിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ. നിർഭാഗ്യം എന്ന് പറയാം. ഭാഗ്യം വീണ്ടും തേടി വരട്ടെ എന്ന് ആശംസിക്കാം. ജോൺസൺ മാസ്റ്ററുടെ നല്ല ഗാനങ്ങൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് ഒരു ജോൺസൺ മാസ്റ്റർ ഗാനത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂ അങ്ങോട്ട് പൂർത്തിയാക്കിയാലോ? ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ജോൺസൺ മാസ്റ്റർ ഗാനം പാടാം. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങൾ
തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോ